പാവപ്പെട്ടവന്റെ കഞ്ഞി കുടിക്കാനില്ലാത്തവന്റെ മഴ നനയുന്ന സമയത്ത് കയറി കിടക്കാൻ ഇടമില്ലാത്തവന്റെ മുഖത്ത് നോക്കി ആരാ ചിരിക്കുന്നത് മഞ്ജുഷേ? പ്രഖ്യാപനം നടത്തുന്നവരാണ് ചിരിക്കുന്നത്. ദരിദ്രരായ ആൾക്കാർ, ദാരിദ്ര്യമുള്ളവരല്ല, ദരിദ്രർ എന്ന വിഭാഗത്തിലുള്ളതല്ല, അതിനും താഴെ അതീവ ദാരിദ്ര്യം നേരിടുന്ന ആൾക്കാർ. അതെന്ന് പറയുമ്പോൾ സാമ്പത്തികമായി മാത്രമല്ല, അവിടെ അദ്ദേഹം പറയുകയുണ്ടായി, ഭക്ഷണത്തിൻ്റെ കാര്യത്തിലുണ്ട്, പാർപ്പിടത്തിൻ്റെ കാര്യത്തിലുണ്ട്, ആരോഗ്യത്തിൻ്റെ കാര്യത്തിലുണ്ട്. ഇനി അങ്ങനെ ഒരു വിഭാഗം കേരളത്തിൽ ഉണ്ടാവുകയില്ല എന്നാണ്. ഇത് തട്ടിപ്പാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? നോക്കൂ, വെണ്ടക്കായുടെ ചിത്രം വരച്ചിട്ട് സാമ്പാർ വയ്ക്കാൻ പറ്റില്ല. ഇവരിപ്പോ ഈ 21 മന്ത്രിമാരും മോഹൻലാലും മമ്മൂട്ടിയൊക്കെ കൂടിയിട്ട് നാളെ തിരുവനന്തപുരത്ത് ഒരു മഹാസമ്മേളനത്തിലെ അതിദരിദ്രരില്ലാത്ത കേരളം എന്നൊരു പ്രഖ്യാപനം നടത്തിയത് കൊണ്ടൊന്നും തീരുന്ന ദാരിദ്ര്യമല്ല മഞ്ജുഷ കേരളത്തിലുള്ളത്. ഈശ്വര, കേരളത്തിന്റെ സ്ഥിതിവിശേഷത്തില് എന്ത് മാനദണ്ഡം കണക്കാക്കിയാണ് ഈ സർക്കാർ ഇത്തരത്തിലുള്ളൊരു കടും കൈ അല്ലെങ്കിൽ കടും വെട്ട് എന്ന് തന്നെ പറയാം, എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും ബോധമില്ലാതെ, ഇത്രയും ദീർഘവീക്ഷണമില്ലാതെ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത്? അല്ല, പോത്തിന്റെ ചവിട്ടിൽ വേദം വന്നിട്ട് കാര്യമില്ലല്ലോ. എന്നാലും വൈയിലുള്ള ഈ ഇത്രയും കാർഡുടമകളിൽ ഇവർക്ക് എവിടുന്നാണ് ഇത്രയും കുറഞ്ഞ 64,000 അതിദരിദ്രർ മാത്രമേ കേരളത്തിലുള്ളൂ, അതിൽ തന്നെ 18,000 പേർക്ക് അത് ചെയ്തു, 18,000 പേർക്ക് ഇത് ചെയ്തു എന്നൊക്കെ പറയുന്ന ഈ കണക്ക് എന്ത് പഠനം നടത്തിയാണ് അതിദരിദ്രമുക്ത കേരളം എന്നൊരു പ്രഖ്യാപനം നടത്താൻ ഇവർക്കുണ്ടായ മാനദണ്ഡം എന്നുള്ളത് ഇവർ പ്രസിദ്ധീകരിക്കട്ടെ. 2000 സർക്കാർ ഉദ്യോഗസ്ഥരെ കൊണ്ട് കുറെ പഠനം നടത്തി, കുറെ സർവേ നടത്തി കണ്ടെത്തി എന്നുള്ളതാണ് രാജേഷിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ഞാനിപ്പോൾ സംസാരിക്കുന്ന തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും ചുരുങ്ങിയത് 50 ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു പിണറായി വിജയന്റെ മുഖം വെച്ചിട്ട്. ദരിദ്രരില്ലാത്ത, അതിദരിദ്രരില്ലാത്ത കേരളം ഈ കഴിഞ്ഞ ഭരണകാലത്ത് കേരളത്തിൽ ഉണ്ടായി എന്ന്. അപ്പൊ ഒന്നുകിൽ ഒരു കാര്യം ചെയ്യട്ടെ, അത് നുണയായിരുന്നു, അത് വോട്ട് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ഗിമ്മിക്കായിരുന്നു എന്ന് തുറന്നു പറയട്ടെ. ആരാണ് രൂപീകരിച്ചത്? സർക്കാരാണ് രൂപീകരിച്ചത്. സർക്കാർ തന്നെയാണ് സർവേ നടത്തിയത്. സർക്കാർ തന്നെയാണ് ഈ സഹായം വിതരണം ചെയ്തു എന്ന് പറയുന്നത്. ശ്രീ റെജി ലൂക്കോസ്, വസ്തുതകളുടെ ഒരു പിൻബലവും ഇല്ലാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് ശരിയാണ്, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് കേട്ടോ, അതിനെ ആരും വേണ്ട എന്ന് പറയില്ല, അതിനെ അഭിനന്ദിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഞങ്ങളിതാ കേരളത്തെ അതീവ ദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമാക്കി മാറ്റിയിരിക്കുന്നു എന്ന ഒറ്റ പ്രഖ്യാപനം, ഇത് ആരെ പറ്റിക്കാനാണ്? എന്ത് PR വർക്കാണ് ഈ നടക്കുന്നത്? അങ്ങനെ വഞ്ചിച്ചുള്ള ലാഭം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ അങ്ങനത്തെ പാർട്ടീസ് അല്ല. മഞ്ജുഷ്, സ്വതന്ത്രാനന്തര കേരളത്തിന്റെ ഏറ്റവും അഭിമാനമുള്ള ഒരു ദിവസമാണ് നാളെ കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നത്. അതിദരിദ്രരുടെ ഡെഫിനേഷൻ പാർപ്പിടം, ഭക്ഷണം, വസ്ത്രം, പഠിക്കാൻ പറ്റാത്ത സാഹചര്യം, ഈ 4 കാറ്റഗറിയിൽപ്പെട്ടവരാണ് മുഖ്യമായിട്ട് അതിദരിദ്രർ എന്ന് പറയുന്നത്. അവരെ കണ്ടെത്തി അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് അവരെ അവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ, ഓരോ കുടുംബശ്രീ വാർഡുകളുടെ അടിസ്ഥാനത്തിൽ അവരെ കണ്ടെത്തി അവരെ പരിപോഷിച്ചുകൊണ്ട് വരുന്നതിനാണ് അതിദരിദ്രരില്ലാത്തവർ എന്ന് പറയുന്നത്. ദയവായി ആ ആശാവർക്കർമാരെ അതിദരിദ്രരാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അപമാനിക്കരുത്. അവർ അന്തസ്സും അഭിമാനത്തോടുകൂടി ഈ നാട്ടിൽ ജീവിക്കുന്നവരാണ്. അവർക്ക് സാലറി കുറവായിരിക്കും, പക്ഷെ അവരുടെ അഭിമാനത്തെ നിങ്ങൾ ചോദ്യം ചെയ്തത് ഒരു ചാനൽ ചർച്ചയിൽ. അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തത് നിങ്ങളാണ്, ഇടത് സർക്കാരാണ് ചോദ്യം ചെയ്തത്. പലതവണ അവരെ അപമാനിച്ചത് നിങ്ങളാണ്, CITUകാരാണ് അപമാനിച്ചത്, അല്ല ഞാനല്ല. അങ്ങനെ പറയരുത്. നിങ്ങൾ അവരെ കാട്ടിക്കൊണ്ട് മേനി നടിക്കുകയാണ്. ചൈനയിലെ ഏതോ ഒരു പ്രദേശം ചെയ്തു, അത് കഴിഞ്ഞ് ഞങ്ങളാണ് ചെയ്തതെന്ന് പറഞ്ഞ് മേനി നടിക്കുന്നതുകൊണ്ടാണ് ഇത് ചോദ്യം ചെയ്യുന്നത്. വെറും PR വർക്ക് നടത്തുന്നതുകൊണ്ടാണ്, അല്ലാതെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ടോ വസ്ത്രം കൊടുക്കുന്നതുകൊണ്ടോ പാർപ്പിടം നൽകുന്നതുകൊണ്ടോ ആരോഗ്യം കൂട്ടുന്നതിന് വേണ്ടി ചികിത്സാ ചെലവുകൾ നൽകുന്നതിനോ ആരും ഒരു എതിർപ്പും പറഞ്ഞിട്ടില്ല. നിങ്ങൾ എങ്ങനെയാണ് അതിദരിദ്രരെ കണ്ടെത്തുന്നത്? എന്താണ് അതിനുള്ള മാനദണ്ഡം? എന്ത് തരത്തിലുള്ള ശാസ്ത്രീയ പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ് അതിദരിദ്രരെ നമ്മൾ കണ്ടെത്തിയത്? അവർക്ക് ഈ അതിദാരിദ്ര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ പദ്ധതികൾ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതറിയാനുള്ള അവകാശം കേരളത്തിലെ ജനതയ്ക്കില്ല എന്ന് പറയാനായിട്ട് കഴിയില്ല. ആ ചോദ്യങ്ങൾ ചോദിക്കാൻ, വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശത്തിനെ കേവലം മാനസികാവസ്ഥയുടെ ഒരു പ്രശ്നമായിട്ട് കണ്ട് അതിനെ ഇകഴ്ത്താനായിട്ട് ശ്രമിക്കുന്നത് ശരിയാണ്. ഈ ബുദ്ധിജീവി എന്ന് പറയുന്ന സംഘം ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. സർക്കാർ ഏത് മാനദണ്ഡത്തിലാണ് ഇത് പ്രഖ്യാപിക്കുന്നത്? അതിനകത്ത് ഇടതും വലതും എല്ലാം ഉണ്ട്. ഈ മനുഷ്യന്റെ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു ബുദ്ധിജീവി എന്ന് പറയാൻ പറ്റുമോ? പട്ടിണി കിടക്കുന്ന ഒരു ബുദ്ധിജീവി എന്ന് പറയാൻ പറ്റുമോ? പണിയെടുത്ത് ജീവിക്കുന്ന ഒരു ബുദ്ധിജീവി എന്ന് പറയാൻ പറ്റുമോ? അവർക്കിത് ചോദ്യം ചെയ്യാൻ പാടില്ലെന്നുണ്ടോ? അല്ല, അവർക്കിത് ചോദ്യം ചെയ്യാൻ പാടില്ലെന്നുണ്ടോ? നിങ്ങൾ ഈ വിശപ്പ് വിറ്റ് വോട്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ചോദ്യം ചെയ്യാനുള്ള അവകാശം മറുവശത്തുമുണ്ട് സാർ. കേരളത്തിലെ ബുദ്ധിജീവികളിൽ എന്റെ റെജി ലൂക്കോസ് 90% ഇടതുപക്ഷത്തിന്റെ കൂടെയാണ്. 10% ഉണ്ടെങ്കിൽ തന്നെ അവർ പലപ്പോഴും വാ തുറക്കാറില്ല. അപ്പോ ഇതിന്റെ കള്ളക്കണക്കുകൾ
വളരെയധികം വ്യക്തമായിട്ട് കുറെ ചോദ്യങ്ങളായിട്ട് സർക്കാരിനോട് ചോദിച്ച സാമ്പത്തിക വിദഗ്ധരെ ബുദ്ധിജീവികളാണെന്നും അവർ ഇടതുപക്ഷത്തിനെതിരാണെന്നൊന്നും പറഞ്ഞു പോലെ ദയവ് ചെയ്തിട്ട് ഉള്ളവർ അവരെ ഈ കേന്ദ്ര സർക്കാരാണല്ലോ ഇങ്ങനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ അരിക്ക് കിലോയ്ക്ക് 3 രൂപയും ഗോതമ്പിന് 2 രൂപയും വിലയ്ക്ക് കിട്ടുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി. അപ്പോൾ ഇതിൽ അത് മഞ്ഞക്കാടിലുള്ളവർക്കാണല്ലോ. ഇപ്പോൾ AY വിഭാഗത്തിൽ അതിദരിദ്രർ കേരളത്തിൽ ഇല്ല എന്ന് പറയുമ്പോൾ അവിടെയും ചോദ്യം വരികയില്ലേ, അതിദരിദ്രരെ കൂടി ഉൾപ്പെടുത്തിയാണല്ലോ ഇങ്ങനെ മഞ്ഞക്കാട് ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്ന്. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് അങ്ങനെ ചോദ്യം വന്നാൽ ആനുകൂല്യം നിർത്തിയാൽ കേന്ദ്രം അല്ല, ആ സമയത്ത് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ശ്രീ ഹരിദാസ്, ആ സമയത്ത് ഇത് ഫെഡറലിസത്തിനെതിരായിട്ടുള്ള വെല്ലുവിളിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് അർഹതപ്പെട്ടിരിക്കുന്ന കാര്യത്തിനെ വീർപ്പ് മുട്ടിക്കുന്നതിന് വേണ്ടി പിടിച്ചു വെച്ചിരിക്കുകയാണ്, അത് അന്യായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ കസർത്ത് നടത്തും. പിന്നെ പതിവ് കാര്യങ്ങൾ അപ്പോൾ എങ്ങനെ കണക്ക് കാണിക്കും? അപ്പോൾ എങ്ങനെ കണക്ക് കാണിക്കും? അല്ല, അപ്പൊ AYയിലെ ഗുണഭോക്താക്കളുടെ കണക്ക് എങ്ങനെ കാണിക്കും? അല്ല, നോക്കൂ, ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ശ്രീ ബാലഗോപാൽ കൊടുക്കുന്ന ചില കണക്കുകൾ നമുക്ക് അല്ലാതെ തന്നെ അറിയാമല്ലോ ശ്രീ മഞ്ജുഷ്. ഇപ്പൊ നമ്മളോട് പറയുന്നത് എന്താണ്, നമുക്ക് ഇത്ര കോടി രൂപ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ അദ്ദേഹം പത്രസമ്മേളനം നടത്തും. പക്ഷെ ഒരു തവണയെങ്കിലും അദ്ദേഹം കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന് കത്തയക്കുമ്പോൾ അദ്ദേഹം ഇത്രയാണ് കിട്ടാനുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്ന ആ കണക്ക് കോട്ട് ചെയ്യാറ് പോലുമില്ല. കാരണം ആ കണക്ക് തെറ്റാണെന്നറിയാം. GST കോമ്പൻസേഷനുമായി മറ്റും ബന്ധപ്പെട്ടിട്ട് ഇവിടെ പറയാനായിട്ട് അത് ഉപയോഗിക്കാം എന്നതിനപ്പുറത്തേക്ക് കേന്ദ്രത്തിനോട് ഇത് പറയാൻ കഴിയില്ല. 2 മാസം മുമ്പ്, വെറും 2 മാസം മുമ്പ് മലയാളത്തിലെ ഒരു ന്യൂസ് ചാനൽ അട്ടപ്പാടിയിലെ അഗളി എന്ന സ്ഥലത്ത് പോയിട്ട് അവിടെയുള്ള ഒരു വീട് കണ്ടതാണ്. ഇത് ഒരു വീട് മാത്രമല്ല, ഇതേപോലെ 3 വീടുകളുണ്ട്. അവരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ടാർപോളിൻ ഷീറ്റ് ഒക്കെ വലിച്ചു കെട്ടി, അത് ഒരെണ്ണമല്ല പലത് വലിച്ചു കെട്ടി, അതിന് പുറത്ത് ഓലയും മറ്റു കാര്യങ്ങളും ഇട്ട് ഇങ്ങനെയുള്ള കൂരകളിലാണ് അവർ താമസിക്കുന്നത്. 2 മാസം മുമ്പത്തെ കാര്യമാണ്. ഈ 3 കുടുംബങ്ങളോടും ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങാത്ത ദിവസങ്ങളില്ല എന്നാണ്. അങ്ങനെ പറയുന്ന ഈ കുടുംബങ്ങൾക്ക് ഞാൻ ചോദിക്കുന്നത്, സ്ഥിര വരുമാനം നമ്മൾ ഉറപ്പാക്കിയോ ഈ 2 മാസത്തിനുള്ളിൽ? ഇവർക്ക് ഈ 2 മാസത്തിനുള്ളിൽ നമ്മൾ വീട് നിർമ്മിച്ചു കൊടുത്തോ? ഇവർക്ക് ഈ 2 മാസത്തിനുള്ളിൽ നമുക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതിനും ഭക്ഷണം കൊടുക്കുന്നതിനുമുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുത്തോ? നമുക്ക് ഈ 2 മാസത്തിനുള്ളിൽ ഇവർക്ക് ഏറ്റവും നല്ല ഹെൽത്ത് ഫെസിലിറ്റിയിലേക്കുള്ള ആക്സസ് ഉറപ്പാക്കിയോ? ഞാൻ പറഞ്ഞു, ഇത് ഗിമ്മിക്കല്ലേ. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. പാവപ്പെട്ടവന്റെ കഞ്ഞി കുടിക്കാനില്ലാത്തവന്റെ മഴ നനയുന്ന സമയത്ത് കയറി കിടക്കാൻ ഇടമില്ലാത്തവന്റെ മുഖത്ത് നോക്കി ആരാ ചിരിക്കുന്നത് മഞ്ജുഷേ? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.